കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി JN ചൗധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും ഈ ഒരു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിഴലിക്കുന്ന സമയമായിരുന്നു കടന്നുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലൊരു ധാരണ എത്തിയിരിക്കുകയാണ്. ധാരണാപത്രത്തിൽ മാത്രമാണ് കേരളം ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതുവരെ സ്കൂളുകളുടെ അടക്കം പട്ടിക തയ്യാറാക്കാൻ കേരളം പങ്കെടുത്തിട്ടില്ല എന്ന് കേന്ദ്രം വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? സർക്കാരിൻ്റെ കാലത്തും നിലവിലെ പുതിയ സർക്കാരായ UDFിൻ്റെ കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് PM ശ്രീ. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവായ രാജ്യസഭാ MP ആയ JB മേത്തറിൻ്റെ ചോദ്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രിയായ വിദ്യാഭ്യാസ സഹമന്ത്രിയായ JN ചൗധരി ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പൂർണ്ണമായി തന്നെ ഒരു വ്യക്തത വരുത്തുന്ന ഒരു ഉത്തരം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ PM ശ്രീ കേരളം ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചെങ്കിലും ഇതിൽ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കേരളം മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ കൃത്യമാണ്. നിലവിൽ 47 സ്കൂളുകളിലാണ് കേരളത്തിൽ ഈ PM ശ്രീ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് പൂർണ്ണമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലുള്ള സ്കൂളുകളാണ്. അല്ലാത്ത പക്ഷം മുൻ LDF സർക്കാർ ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചെങ്കിലും സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ് പറയുന്നത്. ഈ സ്കൂളുകളുടെ എണ്ണം, പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാരിന് അധികാരമുള്ള സ്കൂളുകളുടെ എണ്ണം, ഈ സംഖ്യ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 0 എന്നാണ്. സ്കൂളുകളുടെ എണ്ണം 0 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പുതിയ UDF സർക്കാർ വന്നപ്പോൾ ആ നേതാക്കൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയത് LDF സർക്കാർ ഇതിൽ ഒപ്പിട്ടു, ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിട്ടു, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി PM ശ്രീയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെന്നായിരുന്നു ഈ നിലവിലെ സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെയല്ല. നിലവിൽ ധാരണാപത്രത്തിൽ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത്. സ്കൂളുകളെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ചൗധരി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തന്നെ കാണുന്നത്. പൂർണ്ണമായി തന്നെ LDF സർക്കാർ പറയുന്നതായിരുന്നു ശരിയെന്നാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ LDF സർക്കാർ പറഞ്ഞിരുന്നു തങ്ങൾ ഒപ്പിട്ടു, പക്ഷേ ഈ പ്രവർത്തനത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോയെന്നായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. പക്ഷേ UDF സർക്കാരിൻ്റെ നിലപാട് അങ്ങനെ അല്ലായിരുന്നു. അവർ തുടർച്ചയായി തന്നെ പറഞ്ഞിരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ എല്ലാ നീക്കങ്ങളും നടത്തിയതും ഒപ്പിട്ടതും തുടർന്ന് സ്കൂളുകളെ എല്ലാം സെലക്ട് ചെയ്തതുമെല്ലാം LDF സർക്കാർ ആയിരുന്നു എന്നായിരുന്നു UDFിൻ്റെ നിലപാട്. അതിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രസ്താവനയാണ് ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി JN ചൗധരിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ കോൺഗ്രസ് നേതാവായ JB മേത്തർ തന്നെയായിരുന്നു ഈ ചോദ്യവും രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.